ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ചിലപ്പോൾ ക്യാപ്ഷനൊക്കെ കാണാം, പക്ഷെ ലെഗസി കാണില്ല. അപ്പൊ നമ്മളിവിടെ അതുകൂടി കൂട്ടിച്ചേർക്കുന്നു, അതായത് പാരമ്പര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. കാരണം നമ്മൾക്ക് ഉണ്ടാവുന്ന ആരോഗ്യം, നമ്മൾക്ക് ഉണ്ടാവുന്ന സമ്പത്ത്, നമ്മൾക്ക് ഉണ്ടാവുന്ന സന്തോഷം, ഇത് നമ്മളുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിലോ, പാരമ്പര്യത്തിലേക്ക് കണക്ട് ചെയ്ത് തലമുറയിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, ഒരു കൾച്ചർ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോട്ടേജ് വെച്ചു. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ വയനാട് പുൽപ്പള്ളിയിലാണ് നമ്മുടെ പ്രൊജക്റ്റ് പോകുന്നത്. ആ ഒരു പ്രൊജക്റ്റ് ഏകദേശം 5 ഏക്കറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വയനാട് പുൽപ്പള്ളിയിൽ വാടാനക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് 5 ഏക്കറിലാണ് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ടല്ലോ, ഈ ഒരു ഡിസൈൻ കേവ് ഹൗസ്, നേരത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. അപ്പോ ഈ ഒരു മനോഹരമായിട്ടുള്ള കേവ് ഹൗസ് നമ്മൾ വേറെ എവിടെയും നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഡിസൈൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ഈ ഒരു മനോഹരമായിട്ടുള്ള കേവ് ഹൗസ് നമ്മൾ 90 കേവാണ് നമ്മൾ ആ ഒരു 5 ഏക്കറിൽ ആദ്യഘട്ടം എന്നോണം നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്. 90 ഇപ്പോൾ ഓൾറെഡി വർക്ക് കഴിഞ്ഞതിന്റെ വീഡിയോ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ 90 കേവില് ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവും, അതിനകത്തൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, അതിനകത്തൊരു വാട്ടർഫോൾസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു കോട്ടേജ് ആണ്. 570 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു കോട്ടേജ് വരുന്നത്. അതിന്റെ ലാൻഡ് ഏരിയ 5 സെന്റ് ആണ് വരുന്നത്. അപ്പൊ 5 സെന്റ് ലാൻഡിൽ ഒരു മനോഹരമായിട്ടുള്ള കേവ് ഹൗസ് ആണ് നമ്മളിവിടെ പണിതിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കേവിന്റെ ഒരു, നമുക്കറിയാം മഡ് ഹൗസിലൊക്കെ താമസിച്ചാൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ട്, എനർജി ഉണ്ട് അല്ലേ. മഡ് ഹൗസിൽ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂജയിലെ വെള്ളം കുടിക്കില്ലേ, മണ്ണിന്റെ, അപ്പൊ കിട്ടുന്ന ഒരു എനർജി ഇല്ലേ നമുക്ക്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടും. അതായത് നമ്മൾ പൂജയിൽ ഇറങ്ങിയെന്നാൽ എങ്ങനെ ഉണ്ടാവും, മനസ്സിലായോ? അതായത് മഡ് ഹൗസിലാണ് നമ്മൾക്ക് അവിടെ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഡ് പാക്കഡ് ആയിട്ടുള്ള റിസോർട്ട് എന്ന് വിചാരിച്ച് പൂർണ്ണമായിട്ടുള്ള മഡല്ല. അപ്പൊ ചോദിക്കും സ്ട്രോങ് ആയിരിക്കും മഡ് ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ. അതെ, സ്ട്രോങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമന്റ്, മണല്, കമ്പികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഫെറോക്രീറ്റ് എന്ന് പറയും, കോൺക്രീറ്റ് അല്ല. കോൺക്രീറ്റ് മെത്തേഡിൽ ചില ആളുകൾ ചിന്തിക്കും, അയ്യോ മഡ്, പുല്ല്, നാളെ ലീക്ക് വന്നാലോ, അങ്ങനെ ചിന്തിക്കും. അപ്പൊ അതാണ് ഫെറോക്രീറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടാക്കില്ലേ, വലിയ വലിയ ലക്ഷക്കണക്കിന് ലിറ്റർ ജലസംഭരണികളാണ് വാട്ടർ ടാങ്കുകൾ. അപ്പോൾ അതിൽ ലീക്കേജ് ഉണ്ടാവും, അതിനാണോ പണിയുന്നത്? അല്ലല്ലോ. അപ്പൊ ലീക്കേജ് ഉണ്ടാകാത്ത ഒരു മെത്തേഡ് കൂടിയിട്ടാണ് ഫെറോക്രീറ്റ് കൺസ്ട്രക്ഷൻ. ആ ഒരു കൺസ്ട്രക്ഷനിലാണ് നമ്മളുടെ ഈ ഒരു കോട്ടേജിന്റെ നിർമ്മിതി. അതിന്റെ മുകളിൽ മഡ് ബാക്ക് ചെയ്തതിന് ശേഷം നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് പിടിപ്പിച്ചുകൊണ്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്താണ് സ്വിമ്മിംഗ് പൂൾ, പുറത്തല്ല. ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഡിസൈനിൽ വരുത്തിയിരിക്കുന്നതാണ്. ഈ റൂമിനകത്തായിരിക്കും പൂള്. അപ്പോൾ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രൈവസി, നമ്മൾ നമ്മുടെ ഫാമിലി അല്ലെ, ഹസ്ബൻഡ്, വൈഫ്,